സംസ്ഥാനത്ത് ചൂട് 54 ഡിഗ്രി വരെ ഉയരുമെന്ന പ്രചാരണം തള്ളി ദുരന്ത നിവാരണ അതോറിറ്റി. ചൂടുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്നുള്ള തരത്തിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂട് മൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാമെന്നും കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ വാട്സാപ്പ് സന്ദേശമാണ് പ്രചരിക്കുന്നത്. സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിലാണ് സന്ദേശം പ്രചരിക്കുന്നത്. കേരളത്തിൽ സിവിൽ ഡിഫൻസ് എന്ന വകുപ്പ് ഇല്ലെന്നും സംസ്ഥാനത്ത് താപനില 54 ഡിഗ്രി ആകുമെന്ന് പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരത്തിൽ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ചൂട് 54 ഡിഗ്രി വരെ ഉയരുമെന്ന പ്രചാരണം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി തള്ളുകയാണ്. ഇത്തരത്തിൽ വ്യാപകമായി വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ഈ പ്രചാരണങ്ങളെല്ലാം തെറ്റാണ് എന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. 54 ഡിഗ്രി വരെ ചൂട് ഉയരും എന്നത് അതടക്കമുള്ള വ്യാജമായ പ്രചാരണമാണ് വ്യാപകമായി വാട്സാപ്പിലടക്കം പ്രചരിക്കുന്നത്. ചൂടുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയുണ്ടായി. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ ഇത്തരത്തിൽ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്, ചൂട് മൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാമെന്ന തരത്തിലും അതുപോലെ തന്നെ കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന വാട്സാപ്പ് സന്ദേശങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിലാണ് ഇത്തരത്തിൽ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ സിവിൽ ഡിഫൻസ് എന്നൊരു വകുപ്പേ ഇല്ല എന്നതാണ് സംസ്ഥാനത്ത് താപനില 54 ഡിഗ്രി ആകുമെന്ന് പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരത്തിൽ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നതും വ്യക്തമാക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി.